ഗൈസ് ഇന്റെ ഫോളോവേഴ്സ് ഉള്ള കുറച്ച് ആൾക്കാർ ഈ SLC പൊട്ടിയോല് A+ കിട്ടാത്തോല് അങ്ങനത്തെ പറഞ്ഞിട്ട് എന്തേ മോട്ടിവേഷൻ തരാൻ ഈ വീഡിയോ ഇനി വാപ്പാര് കാണുകയാണെങ്കിൽ ഉമ്മാര് കാണുകയാണെങ്കിൽ ആര് കാണുകയാണെങ്കിൽ അമ്മ ഒരു കുഴപ്പമില്ല. A+ലൊന്നും ഒരു കാര്യമില്ലടാ. കാരണം പണ്ട് വലിയ സംഭവം A+. ഇപ്പം അതാ എല്ലാ ചാത്തപ്പനും മാത്തപ്പനും എല്ലാവർക്കും A+. ഇനിയിപ്പോൾ എന്തിനാ A+ ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പണി ഇപ്പം A+ ഒക്കെ പൊട്ടന്മാർക്കാണ് കിട്ടില്ല. ഇനിയിപ്പോൾ A+ ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയട്ടാ, ഒരു ഈച്ചനെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ കൊതുകിനെ അടിച്ച് കൊല്ലാനുള്ള സ്കില്ലുണ്ട്. അപ്പോൾ നമ്മൾ സ്കില്ല് ഫോക്കസ് ചെയ്ത് പോവാ. എന്താണ് സ്കില്ല് നമ്മൾ അപ്പോഴത്തേനും തിരിച്ചറിയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഉൾപ്പില്ലായ്മയാണ്, ആൾക്കാർ എന്ത് പറഞ്ഞാലും നമുക്ക് ഏശമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്റെ മാതിരി എന്തെങ്കിലും വ്ളോഗൊക്കെ തുടങ്ങി ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചെങ്കിൽ ഈ സെമ്മിലാണ് എനിക്ക് മറ്റേ വെറൈറ്റി മേഡിന്റെ ഇന്റർവ്യൂ, പിന്നെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കയറിയ തെമ്മിൽ ഞാൻ അങ്ങനെ നടന്നിട്ടാ. അപ്പൊ എന്നിട്ട് നമ്മളെ കോളേജിൽ മറ്റേ 75% ഇല്ലെങ്കിൽ എക്സാമിന് ഇരുത്തൂല എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ HOD ഇങ്ങനെ സോപ്പിട്ടിന് മൂപ്പർക്ക് ഞാൻ എന്തൊക്കെ വാങ്ങിക്കൊടുത്ത്, ജിലേബി, ജാഗിരി, വർത്തായക്ക, മിച്ചർ, ലഡു അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാ. എന്നിട്ട് ഇപ്പൊ എക്സാം ആയപ്പോ മൂപ്പര് ഓന്തായടാ, നിറം മാറി. മൂപ്പരെ ഇതിന് ഞാൻ ഇത്ര കൈയിട്ട് എന്നിട്ട് എക്സാമിന് ഇരുത്തില്ലടാ. ഇനിയിപ്പോ ഇയർ ബാക്ക് ആവും, ഒരു വർഷം പോകും, ആകെ സീന്. പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താ, ചിലപ്പോ നല്ലതിനാവിടാ. ഇപ്പൊ എനിക്കിപ്പോ ഈ പ്രാവശ്യം ഇയർ ബാക്ക് കിട്ടി കണ്ടോണ്ടി. അടുത്ത ഈ ഇയർ ബാക്കിൽ ചിലപ്പോ ഒരു 6 മാസമൊക്കെ പോയി വരും. അടുത്ത പ്രാവശ്യം ആകുമ്പോത്തിന് ചിലപ്പോ എനിക്ക് ഞാൻ പറഞ്ഞതിന്റെ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ എനിക്ക് 1 മില്യൺ അടിച്ചെന്ന് വരും, 500K ആയിന്ന് വരും, ചിലപ്പോൾ ഞാൻ സ്ട്രീം തുടങ്ങി തരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കണ്ടോണ്ടി, ഇത് കണ്ടോണ്ടി മോളെ.